കയ്യിലെ നഖം ഇങ്ങനെ തോണ്ടിക്കൊണ്ട് ആലോചിക്കുമായിരുന്നു എന്തെന്ന് ഉണ്ടാക്കാമെന്ന്. അപ്പോൾ എനിക്കൊരു ഐഡിയ കിട്ടി. അപ്പോൾ സവാള എടുത്തൊരു കറക്കും കറക്കി ഞാൻ ഉണ്ടാക്കിയ ഒരു കോഫിയും കുടിച്ച് എൻ്റെ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ വലിയ കുക്കൊന്നുമല്ല, പക്ഷേ തരക്കേടില്ലാത്ത രീതിയിൽ കുക്ക് ചെയ്യും. ഇതിപ്പോൾ UK-ലും കൂടി ആയതുകൊണ്ട് ഈ കാണുന്നത് ഫ്രോസൺ വെജിറ്റബിൾസ് നമുക്കിവിടെ അങ്ങനെ കിട്ടുള്ളൂ. ഇപ്പോൾ ഉള്ളത് കൊണ്ടൊരു തട്ടിക്കൂട്ട്. ആ ചായ എനിക്ക് കുടിക്കാനുള്ളതാണേ. അപ്പോൾ ചട്ടി വെച്ചു, അതിൽ കടുകില്ലായിരുന്നു, ഞാൻ ജീരകം വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. ജീരകം ഇട്ട് പൊട്ടിച്ചു, അതിലേക്ക് കുനുകുനാന്നരിച്ച് വെച്ച സവാള, അതിനുശേഷം കീറി വെച്ചിരിക്കുന്ന പച്ചമുളക്, പിന്നെ കരിവേപ്പില ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്ന കേട്ടോ. അത് ഇവിടെ ഇത്തിരി വില കൂടുതലാണ് എല്ലാത്തിനും. നന്നായിട്ടൊന്നെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട്, ഞാൻ ഈ കാണിക്കുന്നത് സോൾട്ടാണ്. അത് ഇടുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എടുത്ത് കാണിക്കുന്നത്. നമുക്ക് ആവശ്യത്തിന് ഉപ്പും ഇട്ട് നല്ലപോലെ ഒന്ന് അത് വഴണ്ട് വരുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. വളരെ എളുപ്പമാണ്. ബിഗിനേഴ്സ് ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് പഠിക്കാൻ പറ്റും. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇഷ്ടമുള്ളവരിടുക കേട്ടോ. എല്ലാവർക്കും അത് ഇഷ്ടപ്പെടണം എന്നില്ല. അതും ജീരകവും ഓപ്ഷണലായിരുന്നു. കടുകില്ലാത്തതുകൊണ്ട് ഞാൻ ജീരകം വെച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്തതാണ്. എനിക്ക് ജീരകം വലിയ കുഴപ്പമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ജീരകം ആഡ് ചെയ്തത്. എന്നിട്ട് എന്ത് നല്ലപോലെ ഇളക്കുക. കണ്ടോ, ആ ഫ്രോസൺ ആയതുകൊണ്ടാണ് അതിൻ്റെ കളർ ചേഞ്ച്. അത് നമ്മളങ്ങോട്ട് നേരെ പാനിലേക്ക് തട്ടുക. ഞാൻ കോവയ്ക്ക് ഇത്തിരി കുറവായിരുന്നു, അപ്പോൾ ഞാൻ ബീൻസും കൂടി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. അതും ഇട്ടതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യാം. ഫ്രോസൺ വെജിറ്റബിൾ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും. നമ്മുടെ ഫ്രഷ് വെജിറ്റബിൾ മേടിക്കുന്ന പോലെ അത്രയും ടൈം എടുക്കത്തില്ല. ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി എല്ലാ ഭാഗത്തേക്കും നമ്മുടെ സവാള പച്ചമുളകൊക്കെ ഒന്നെത്തുന്ന രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കുക. നല്ല രീതിക്ക് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഞാനിവിടെ ഈ കാണുന്നത് തേങ്ങ പൊടിച്ചതാണ്. ഇവിടെ നമുക്ക് ഇങ്ങനെയാണ് വരുന്നത്. അത് നമ്മളതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഞാൻ ബേസിക്കലി ഒരു തോരൻ കൈൻഡ് ഓഫ് ആണ് ഉണ്ടാക്കുന്നത്. അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നല്ല ശരിക്കും മിക്സ് ചെയ്യണം, എന്നാലേ നമ്മൾ ആ തേങ്ങ ഇട്ടതെല്ലായിടത്തും പിടിക്കുകയുള്ളൂ. ഇട്ടതിന് ശേഷം പൊടിക്കും കൂടി ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ഉപ്പ് കൂടി ചേർക്കാം. അതിന് ശേഷം നേരെ പ്ലേറ്റ് എടുക്കുക. നല്ല ചൂട് ചോറും, നല്ല ആവി പറക്കണ ചോറായിരുന്നു കേട്ടോ. അതിലേക്ക് നമ്മുടെ കോവയ്ക്ക, ബീൻസ്, ഉപ്പേരിയെന്നോ തോരനെന്നോ മെഴുക്ക് പുരട്ടിയെന്നോ എങ്ങനെ വേണമെങ്കിലും വിളിക്കാം. ഞാനിപ്പോൾ എൻ്റെ ഇതിൽ ഞാൻ തോരൻ എന്ന് പറയുന്നു, തേങ്ങ ഇട്ടുകൊണ്ട്. തോരനും സൈഡിൽ വെച്ച് പിന്നെ ഞാനൊരു ചെറിയൊരു മോര് ആക്കിയിട്ടുണ്ടായിരുന്നു. കാച്ചും ഒന്നും ചെയ്യാനുള്ള ടൈമൊന്നും ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് ഒന്ന് കാച്ചിയെടുക്കാതെ വെറുതെ ഒന്ന്